നമസ്കാരം. ഗ്ലോബൽ സമയത്തിലേക്ക് സ്വാഗതം. യുഎസിൽ ജോലി ചെയ്യുന്ന IT, ഹെൽത്ത് കെയർ പ്രൊഫഷണലുകൾ ഉൾപ്പെടെയുള്ള ലക്ഷക്കണക്കിന് പ്രവാസികളെ വലിയ ആശങ്കയിലാഴ്ത്തിയ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസ് പുറത്തിറക്കിയ പുതിയ പോളിസി മെമ്മറാണ്ടം വലിയ രീതിയിലുള്ള ചർച്ചകൾക്കും ആശയക്കുഴപ്പങ്ങൾക്കുമാണ് വഴിതെളിച്ചിരിക്കുന്നത്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം യുഎസിനുള്ളിൽ ഇരുന്നുകൊണ്ട് സ്ഥിരതാമസത്തിനുള്ള ഗ്രീൻ കാർഡിലേക്ക് മാറുന്ന രീതിക്ക് പകരം താൽക്കാലിക വിസക്കാർ തങ്ങളുടെ സ്വന്തം രാജ്യങ്ങളിലേക്ക് മടങ്ങിപ്പോയി അവിടെയുള്ള US കോൺസുലേറ്റുകൾ വഴി മാത്രമേ ഇനി ഗ്രീൻ കാർഡ് പ്രോസസ്സ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ്. ഇത് തന്നെയാണ് ഈ മെമ്മോ വ്യക്തമാക്കുന്നതും. ഇത് സംബന്ധിച്ചുള്ള വാർത്തകൾ ഇതിനോടകം തന്നെ നമ്മൾ അറിഞ്ഞതുമാണ്. എന്നാൽ ഈ പുതിയ തീരുമാനത്തിൽ ഇപ്പോഴും നിരവധി ചോദ്യങ്ങളും സംശയങ്ങളും അവശേഷിക്കുന്നുണ്ടെന്ന് പ്രമുഖ ഇമിഗ്രേഷൻ നിയമ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. എന്താണ് ഈ മെമ്മോയ്ക്ക് പിന്നിലെ യാഥാർത്ഥ്യം? എന്തൊക്കെ ചോദ്യങ്ങളാണ് ഇവിടെ ബാക്കിയാകുന്നത് എന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തു വന്നതോടെ വലിയൊരു നിയമപരമായ മാറ്റമാണ് ഉടനടി സംഭവിക്കാൻ പോകുന്നത് എന്ന ഭയം പലരിലുമുണ്ട്. പ്രത്യേകിച്ച് വർഷങ്ങളായി H1B, EB2, EB3 ക്യൂവുകളിൽ കാത്തിരിക്കുന്ന ഇന്ത്യൻ പ്രൊഫഷണലുകൾക്കിടയിൽ ഇത് വലിയ പരിഭ്രാന്തിയാണ് സൃഷ്ടിക്കുന്നത്. എന്നാൽ ഇമിഗ്രേഷൻ അഭിഭാഷകരുടെ അഭിപ്രായത്തിൽ ഈ നിയമത്തിൽ വില്ലനാകുന്നത് വേഗത്തിലുള്ള നടപടികളല്ല, മറിച്ച് ഇതിന്റെ പ്രായോഗിക വശങ്ങളെ കുറിച്ച് അറിയാതെയുള്ള തടസ്സമാണ്. അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം USCIS ഈ മെമ്മോ പുറത്തിറക്കിയെങ്കിലും ഇത് എപ്പോൾ മുതൽ പ്രാബല്യത്തിൽ വരും എന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു തീയതിയോ സമയക്രമമോ നൽകിയിട്ടില്ല. കൂടാതെ ഇമിഗ്രേഷൻ ഓഫീസർമാർ ഓരോ അപേക്ഷയും പരിശോധിക്കുമ്പോൾ ഈ പുതിയ നയം എങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള വിശദമായ ഗൈഡ് ലൈൻ ഇതുവരെ ഏജൻസി നൽകിയിട്ടില്ല. ഇത് അപേക്ഷകർക്കും അഭിഭാഷകർക്കും ഒരുപോലെ വലിയ ആശയക്കുഴപ്പമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇത് പാർലമെന്റ് പാസാക്കിയ നിയമമല്ല. US ആസ്ഥാനമായുള്ള പ്രമുഖ ഇമിഗ്രേഷൻ അറ്റോർണി രാജീവ് ഖന്ന വ്യക്തമാക്കുന്നത് പ്രകാരം ഈ പുതിയ മെമ്മറാണ്ടം US കോൺഗ്രസ് പാസാക്കിയ ഒരു നിയമമല്ല. ഇത് ഔദ്യോഗികമായ ഒരു റൂൾ മേക്കിംഗ് പ്രക്രിയയിലൂടെ കടന്നു പോകുന്നതുമല്ല. ഇത് കേവലം USCIS എന്ന ഏജൻസിയുടെ ആഭ്യന്തര നിർദ്ദേശം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇതിനൊരു നിയമത്തിന്റെയോ റെഗുലേഷന്റെയോ അത്രയും നിയമസാധ്യത ഇല്ലെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. എങ്കിലും ഇത്തരം ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ യഥാർത്ഥ നിയമം മാറുന്നതിന് മുൻപ് തന്നെ അപേക്ഷകരുടെ പെരുമാറ്റത്തിലും വിപണിയിലും വലിയ സ്വാധീനം ചെലുത്താറുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. മറ്റൊരു പ്രമുഖ ഇമിഗ്രേഷൻ അഭിഭാഷകനായ ഗൗരംഗ് പരീഖ് പറയുന്നത് ഇതിലെ ഡിസ്ക്രിപ്ഷൻ ടാപ്പ് അഥവാ ഉദ്യോഗസ്ഥരുടെ വിവേചനാധികാരത്തെ കുറിച്ചാണ്. ഏതെല്ലാം സാഹചര്യങ്ങളാണ് അസാധാരണ സാഹചര്യങ്ങൾ എന്ന് വിളിക്കേണ്ടത് എന്നതിന് USCIS കൃത്യമായൊരു വ്യാഖ്യാനം നൽകിയിട്ടില്ല. ഒരു അപേക്ഷകന് USനുള്ളിൽ ഇരുന്നു കൊണ്ട് ഗ്രീൻ കാർഡിന് അപേക്ഷിക്കാൻ യോഗ്യതയുണ്ടോ എന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണ അധികാരം ഉദ്യോഗസ്ഥരുടെ വ്യക്തമായ വിവേചനത്തിന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. ഇത് ഓരോ ഓഫീസറും അപേക്ഷകളെ വ്യത്യസ്ത രീതിയിൽ സമീപിക്കാൻ കാരണമാക്കിയേക്കുമെന്നും അപേക്ഷകർ വലിയ രീതിയിൽ അനിശ്ചിതത്വം നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. ഈ നയം വരും ദിവസങ്ങളിൽ വലിയ നിയമ പോരാട്ടങ്ങൾക്ക് വഴിവെക്കുമെന്നാണ് ഇമിഗ്രേഷൻ മേഖലയിലുള്ളവർ പറയുന്നത്. പ്രമുഖ ലോ ഫേമായ മാനിഫെസ്റ്റ് പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത് കോടതികൾ ഇടപെടുകയോ അല്ലെങ്കിൽ USCISൽ ഇതിൽ കൂടുതൽ വ്യക്തത വരുത്തുകയോ ചെയ്യാത്ത പക്ഷം ഈ അനിശ്ചിതത്വം തുടരുമെന്നാണ്. കൃത്യമായ ഗൈഡ് ലൈൻ ഇല്ലാത്തതിനാൽ ഓഫീസർമാർ അപേക്ഷകൾ തള്ളാനോ അല്ലെങ്കിൽ കൂടുതൽ തെളിവുകൾ ചോദിക്കാനോ ഉള്ള സാധ്യത വരെ വളരെ കൂടുതലാണ്. USCIS പുറത്തുവിട്ട ഈ പുതിയ മെമ്മോ വലിയ വാർത്താ പ്രാധാന്യം നേടിയിട്ടുണ്ടെങ്കിലും ഇതിന്റെ പ്രായോഗികമായ നടപ്പിലാക്കലിനെ കുറിച്ച് നിരവധി ചോദ്യങ്ങൾ ഇനിയും ബാക്കിയാണ്. അതുകൊണ്ട് നിലവിൽ ഗ്രീൻ കാർഡ് അപേക്ഷ നൽകി കാത്തിരിക്കുന്നവർ പെട്ടെന്ന് പരിഭ്രാന്തരാകേണ്ട ആവശ്യമില്ല എന്നാണ് വിദഗ്ധർ പറയുന്നത്. എങ്കിലും ഭാവിയിൽ അപേക്ഷിക്കാനിരിക്കുന്നവർ കൃത്യമായ നിയമോപദേശം തേടുന്നത് നല്ലതായിരിക്കും.